അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് ഡോറേനെ കൊണ്ട് ഡ്രസ്സിങ്ങിന് വന്നിരിക്കുകയാണ്. എന്താ ഒത്തിരി ടെൻഷൻ? എന്തോ എന്തോ അങ്ങനെ നമ്മുടെ ഡോറയ്ക്ക് ഡ്രസ്സിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അശ്വിനിയാണ് ഡ്രസ്സിങ് ചെയ്യുന്നത്. കുറച്ച് ദിവസമാണെങ്കിൽ ഒട്ടിയിരുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്, വലിച്ചിളക്കാനൊക്കെ. 2 സ്റ്റിച്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മുറിവാണ്, പക്ഷേ സംഗതി എന്ന് വെച്ചാൽ അന്ന് ആ ഉരിച്ച സമയം ആയതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 4 ദിവസം ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോദിച്ചു എന്തോ പറ്റിയത്, ഈ സസ്പെൻസ് ഇടാതെ അങ്ങ് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വന്നു. പിന്നെ എന്താണ് ഓരോ എപ്പിസോഡായിട്ട് ഇടാൻ വേണ്ടിയാണോ, അതോ ഇനി അടുത്ത വീഡിയോയ്ക്കകത്ത് പറയത്തോളോ, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കണ്ടൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ കുറേ കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഇതുകൊണ്ട് തന്നെ അമ്മ എടുത്തില്ലേ, അങ്ങനെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സംഗതി എന്ന് വെച്ചാൽ ഇങ്ങനെ വയ്യായിരുന്നല്ലോ ഡോറയ്ക്ക്. അപ്പം നടക്കുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് മറിഞ്ഞു വീണതാണ്. ജസ്റ്റ് ഒന്ന് ആഞ്ഞതേ ഉള്ളൂ. അപ്പം ഗ്ലാസിൻ്റെ ഇതിനകത്ത് തട്ടി അങ്ങനെ മുറിഞ്ഞത്. അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പം മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പം 4 ദിവസമായില്ലേ, ചെറിയ കരിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 8ൻ്റെ അന്ന് സ്റ്റിച്ച് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു നമ്മൾ പിന്നെ അത് ഞങ്ങളങ്ങനെ വലിയ കാര്യമാക്കി എടുക്കാത്തത് കൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാതിരുന്നത്. അല്ലാതെ വേറൊരു കാര്യം വെച്ചിട്ടായിരുന്നില്ല. പക്ഷേ അതിന് കുറേ ബാഡ് കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറ്റമാണ്, അത് പറഞ്ഞില്ലെങ്കിലും കുറ്റമാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ എത്തിയിട്ട് അതൊരു കണ്ടൻറ്റ് ആക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയത്. ഇനി നമ്മൾ എടുക്കുമ്പോഴും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. കാരണം ഇപ്പോൾ ഡോറയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നു. പക്ഷേ അത് നമ്മൾ പറയാതിരുന്നപ്പോൾ അതും ഇത്രയും വലിയ തെറ്റാവും നമ്മൾ വിചാരിച്ചില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിസിയോതെറാപ്പിയും നമ്മൾ ചെയ്യുന്നില്ല, ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, പൈസയുടെ കുറേ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും കണ്ടൻറ്റാക്കി നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറയുന്ന കാരണം ഇപ്പോൾ നമുക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾ മാക്സിമം അത് പറയാതെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അല്ലെങ്കിൽ അതെങ്ങാനും പറയുകയാണെങ്കിൽ പറയും ജോലി ചെയ്ത് ജീവിച്ചൂടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റും കാര്യങ്ങളും വരും. അതുകൊണ്ട് നമ്മളതൊന്നും പറയേണ്ട, നമ്മുടെ അധ്വാനത്തിൻ്റെ പുറത്ത് പോകാമെന്നുള്ള രീതിയിൽ ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മളിത് പറയാതിരുന്നാലും ഇപ്പം കുറ്റമാണ്, പറഞ്ഞാലും കുറ്റമാണ് എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. സാധാരണ എന്ന് വെച്ചാൽ നമ്മളത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാതെ നല്ല രീതിയിൽ പോകുമ്പോൾ ആൾക്കാർ നമ്മൾ നല്ല രീതിയിൽ ചേർത്ത് നിർത്തിയല്ലേ വേണ്ടത്. പക്ഷേ ഇത് ആ ഒരു വീണ കാര്യം നമ്മൾ ജസ്റ്റ് ആ മുറിവ് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അതല്ലേ നമ്മളത് പറഞ്ഞത് പോലും ഇല്ല. അതങ്ങനെ ഒരു കണ്ടൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് പോലും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാനാ.